റെഡി 1 2 3 സ്റ്റാർട്ട്. ഹായ്. ഹായ്. അപ്പോ കൂമ്പാള മീഡിയന്റെ പുതിയ എപ്പിസോഡ്, അതായത് വൈകിട്ടത്തെ ചായ കൂമ്പാളക്കൊപ്പം എന്ന് ആശയമായിട്ട് നമ്മൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടേനു. അതുപോലെ ഇതാ നമ്മൾ വന്നിട്ടുണ്ട് അല്ലേ ഇജ? അപ്പൊ ഇന്നാണ് അതിന്റെ തുടക്കം. നമ്മള് ചായ റെഡിയായി. ചായ വെച്ചതാണ്. പിന്നെ അതാണ് പറയുന്നത്. നമുക്കിപ്പോ മലയാളികൾക്ക് പ്രത്യേകിച്ചിട്ട് ചായന്റെ അപ്പുറം ചെറിയ എന്തെങ്കിലും ഒരു കടിയും കൂടി വേണം. ഇന്ന് നമ്മള് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കടി എന്നാന്ന് പറഞ്ഞാ നീ അതായത് ഇപ്പൊ ഒരു ചായക്കടയിൽ ചായക്കടയില് ഒരു 10 ആള് കയറി നിൽക്കി, അതിലൊരു പകുതിയിലേറെ ആളും ആ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടാവുക. അമ്മ അത് കാണിച്ചു കൊടുത്തേ. കാണിക്കട്ടെ. നമ്മുടെ പഴംപൊരി മലയാളികളുടെ സ്വന്തം പഴംപൊരി. ഇത് കാണുമ്പോ നിങ്ങള് മേടിച്ചല്ലേ നമ്മള് ഇവിടുന്ന് ഉണ്ടാക്കിയതാണ്. അത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ വെള്ളം നമ്മളല്ലേ ഉണ്ടാക്കും. കടലപ്പൊടി, പഴം, ഒരു പഴുത്ത പഴം. നോറക്കും ഇഷ്ടാണ്, നിജോനും ഇഷ്ടമാണ്. നോറ ഏതാ നമ്മളെ വീഡിയോയിൽ എടുക്കുന്നതിന് മുമ്പിലേ ഓള് അത് നമ്മള് ചെറുങ്ങനൊരു കടിയല്ലേ, കൂടുതൽ അറിയാന്നല്ലോ. അപ്പൊ ഇന്നത്തെ കൂമ്പാള മീഡിയന്റെ ചായന്റെ കടി പഴംപൊരിയാണ്. പഴംപൊരി എന്നാണ് ഇന്നത്തെ തുടക്കം. അപ്പൊ എല്ലാവരും അവരെ ഈ വീഡിയോ കാണുന്നവര് ഇന്ന് അവരെ വീട്ടിലുണ്ടാക്കിയ ചായന്റെ കടി എന്നാണ് കമന്റ് ചെയ്യാ. അപ്പൊ ഇന്നിപ്പോ ചായ ആസ്വദിച്ച് കുടിക്കാതെ നിജ ചായ കടി തുടങ്ങിക്കോ. അച്ഛനോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഏറ്റവും കൂടുതൽ പഴംപൊരി ഉണ്ടാക്കുന്ന ഏതൊരു സംസ്ഥാനം? കൂടുതലല്ല, കേരളത്തിന്റെ സ്വന്തം ചായക്കടിയാണ് പഴംപൊരി. കേരളത്തിലാണ് ചായയും ഒരു പഴംപൊരി. അടിപൊളി പഴംപൊരി. നിജോന്റെ ഈ ചേട്ടൻ നോക്കുമ്പോ നമ്മള് പഴംപൊരിയും നിജോട്ടൻ നോക്കുന്നില്ല. ഞാനിപ്പോ ഈ വീഡിയോ കട്ട് ചെയ്തിട്ട് ഞാൻ തിന്നാൻ നമ്മള് തിന്നട്ടെ. അതിനെ തിന്ന് പഴംപൊരിയും പമ്പൊരി രസമുണ്ടായത്. ഞാൻ ആക്കിയോണ്ട് വരുന്നില്ല, നല്ല രസമുണ്ട്. രസമുണ്ടല്ലേ? രസമുണ്ട്. എന്നാ പിന്നെ ഇന്നത്തെ ഈ പഴംപൊരിയും ചായയും കൂടി ഇന്നത്തെ ചായ വിശേഷം ഇവിടെ നമുക്ക് കാരണം ബിജുവാണ് ക്ഷമയില്ല. അപ്പൊ നാളെ വേറൊരു ചായയും കടിയുമായിട്ട് നമ്മള് നിങ്ങളുടെ മുമ്പില് വീണ്ടും വരും. ഇപ്പം സർപ്രൈസ് ആക്കാം. സർപ്രൈസ്. അപ്പൊ ഇപ്പം തൽക്കാലം ബൈ.